ശശി തരൂരിനെതിരെ UDF കൺവീനർ അടൂർ പ്രകാശ്. ശശി തരൂർ പാർലമെന്റ് അംഗമായത് കോൺഗ്രസ് അംഗമായാണെന്നും ഇതിനായി പ്രവർത്തിച്ചത് പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരാണെന്നും അടൂർ പ്രകാശ്. വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നും തരൂരിനോട് അടൂർ പ്രകാശ്. ബഹുമാനായ ശ്രീ ശശി തരൂർ അദ്ദേഹം പാർലമെന്റ് അംഗമായത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അംഗമായി വന്നപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വോട്ടർമാരെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ആളുകൾ കൊടുത്ത സഹായങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സ്ഥാനമാനത്തേക്ക് വരുമ്പോൾ വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഒരു തെറ്റുമില്ല. പക്ഷേ വളയത്തിന് പുറത്തു പോയി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല അഭിപ്രായങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും. അല്ല, വളയത്തിന് പുറത്തു പോകാതിരിക്കട്ടെ, അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. വിവരങ്ങളുമായി കെ ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ, ശശി തരൂരിന്റെ നിലപാടുകളോടുള്ള വിമർശനമാണ് ഇവിടെ UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരിക്കുന്നത്. തരൂർ കോൺഗ്രസിനെ മറന്നിരിക്കുന്നു, വളയത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതിന്റെ ധ്വനി കൂടി എന്താണ്? ശശി തരൂരിന്റെ കേന്ദ്ര സർക്കാരിനോടുള്ള അഭിപ്രായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായ ശശി തരൂർ എടുത്ത നിലപാട് പരക്കെ കോൺഗ്രസ് വിമർശനമുണ്ട്. കോൺഗ്രസിന്റെ പട്ടിക തള്ളിക്കൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ വിദേശത്തേക്ക് അയക്കുന്ന MP-മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ തന്നെ അയക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായ സാഹചര്യത്തിലാണിപ്പോൾ UDF കൺവീനറായ അടൂർ പ്രകാശ് ശശി തരൂരിനെതിരെ നിലപാട് വ്യക്തമാക്കുന്നത്. അദ്ദേഹം വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം, വളയത്തിന് പുറത്തു പോകാതിരിക്കട്ടെ എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധിയായാണ് ശശി തരൂര് ലോക്സഭയിലെത്തിയത്. അതുകൊണ്ട് തന്നെ അതിൽ കഷ്ടപ്പെട്ടത് കോൺഗ്രസിന്റെ UDFന്റെ പാവപ്പെട്ട പ്രവർത്തകരാണ്. അത് മറന്നുകൊണ്ടുള്ള പ്രവർത്തനം ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുകൂടിയാണ് അടൂർ പ്രകാശ്, UDF കൺവീനറായി ചുമതല ഏറ്റെടുത്ത അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരിക്കുന്നത്. വർഷ, ശശി തരൂർ പാർലമെന്റ് അംഗമായത് കോൺഗ്രസ് അംഗമായതിനു ശേഷം എന്താണ് ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരിക്കുന്നത്? തരൂർ വളയത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കണം എന്ന് കൂടി പറയുന്നുണ്ട് അടൂർ പ്രകാശ്.